കുറെ പേര് ഞാൻ ഈ പറയണ പോലെ പറയണ കേട്ടു, കൊച്ചിനെ നോക്കണില്ല എന്ന്, അവളെ ഇപ്പം ചേച്ചി കൺസിഡർ ചെയ്യണില്ല എന്ന് പറഞ്ഞ കുറെ കമന്റ്സ് ഞാൻ കണ്ടു. അപ്പൊ ഇവർക്കൊന്നും കഥ മുഴുവൻ അറിയാതെ ഈ പുറത്ത് കാണുന്നത് മാത്രം വെച്ചിട്ടാണ് ഇവരൊക്കെ ജഡ്ജ് ചെയ്യണത് അല്ലേ? തീർച്ചയായിട്ടും. കുഞ്ഞിനെ നോക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞിന് കോടതിയിൽ ഞാൻ തന്നെയാണ് കേസ് കൊടുത്തതും, ഞാൻ തന്നെയാണ് കുഞ്ഞിനെ കാണണമെന്നും കുഞ്ഞിനെ ചേർത്ത് നിർത്തണമെന്നും ഒക്കെ ഫൈറ്റ് ചെയ്തതും ഞാൻ തന്നെയാണ്. പിന്നെ ഐഡന്റിറ്റി തെളിയിച്ച് ട്രാൻസ്ജെൻഡർ ആയിട്ട് ഐഡന്റിറ്റി തെളിയിച്ച് മുന്നോട്ട് വന്നതിന് ശേഷം അവരുടെ കുറേ ചോദ്യങ്ങൾക്ക് ഒരു ഇത് വരുത്താതെ, ഇപ്പം ട്രാൻസ്ജെൻഡർ എനിക്ക് കൂടെ ചേർത്ത് നിർത്തണം അല്ലെങ്കിൽ കൂടെ നിർത്തി അവളെ കൊണ്ടുപോകണമെന്ന് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്, അവളെങ്ങനെ ആക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മ്യൂച്വലായിട്ട് ഞങ്ങൾ രണ്ടും കൂടെ ചേർത്തിട്ട് മ്യൂച്വലായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി. കാരണം അവളുടേതായിട്ട് ജീവിക്കട്ടെ, അവൾ വിദ്യാഭ്യാസം, എൻ്റെ ഒരു 3 സ്റ്റോപ്പ് 4 സ്റ്റോപ്പ് അപ്പുറമാണ് സ്കൂള്. ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, 1ാം ക്ലാസ്സിലാണ്. ഒരുപാട് സന്തോഷമുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട് അവള്. ഇപ്പോൾ ഞാൻ എന്താ പറയുക, എഴുത്തുകാരിയാന്ന് ഇപ്പോൾ ആത്മകഥ എഴുതിയപ്പോഴും അടുത്ത് എഴുതുമ്പോഴും അല്ലെങ്കിൽ എല്ലാ ഇൻ്റർവ്യൂസിലും പല ഇതിലും ഒക്കെ ഇപ്പോഴും റിയലി ഇപ്പോൾ ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും ഞാൻ അവൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് ഇപ്പോഴും പറയുന്നതിന് ഒരു നാണക്കേടും ഇല്ല. ഭയങ്കര സ്വീറ്റ് ആയിട്ട് തോന്നുന്നുണ്ട് ചേച്ചി പറയുമ്പോൾ. എപ്പോഴാണ് നമ്മൾ പ്രസാദിനെ അമ്മയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കളഞ്ഞത്? ആ മെന്റലി ആയാലും ഫിസിക്കലി ആയാലും ഒക്കെ. പ്രസാദിനെ എടുത്ത് കളഞ്ഞത് ഞാൻ ഡ്രസ് ഇട്ട് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പെൺകുട്ടിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് സാധിച്ചില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ വന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരു ഏജ് ഇപ്പോൾ എത്തിയപ്പോൾ ഒരു 28 ഏജൊക്കെ ആയപ്പോഴേ ഞാൻ ഡ്രസ്സ് ഇട്ട് തുടങ്ങിയ സമയം മുതൽ എൻ്റെ ശരീരത്തിൽ ഞാനൊരു ഫീമെയിൽ ഡ്രസ്സ് ഇട്ടു. നമ്മൾ ഇട്ട് സ്വതന്ത്രമായിട്ട് നടന്നു തുടങ്ങാനൊരു അവസരം കിട്ടിയ ടൈം തൊട്ട് വിചാരിച്ചു, ഇനി ഞാൻ ഒരിക്കലും തിരിച്ചു പോകുന്നില്ല, ഇതിൽ തന്നെ ജീവിക്കാം. പക്ഷെ അതൊരു വെറുതെ ഉള്ളൊരു പ്രസാദ് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഉള്ളത്, ഇപ്പം കാണുന്ന ഒരു ബന്ധുക്കളോ അല്ലെങ്കിൽ നാട്ടുകാർ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർ പറയുന്നതും അങ്ങനെ തന്നെയാണ്, പ്രസാദായിട്ട് ജീവിച്ചു അല്ലെങ്കിൽ പ്രസാദായിട്ട് ജീവിച്ചൂടെ. ഇപ്പം ഞാൻ അമ്മയായിട്ട് ജീവിക്കുന്നത് ഞാൻ ആർക്ക് എന്ത് ദ്രോഹം ചെയ്യുന്നു? ഞാൻ അമ്മയായിട്ട് ചെയ്യുന്നത് വെറുതെ അല്ല ജീവിക്കുന്നത്. ഞാൻ എൻ്റെതായ രീതിയിൽ ഫിലിം മേഖലയുമായി അല്ലെങ്കിൽ എഴുത്തിൻ്റെ മേഖലയെ എല്ലാ രീതിയിലും മുന്നോട്ടാണ് ജീവിക്കുന്നത്. അതിന് ഒരാൾ കുറ്റം പറയാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ ഉള്ള ഒരു വോയിസ് ഇല്ല ഈ സമയത്ത്. അപ്പോൾ കല്യാണത്തിന് മുന്നേ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞായിരുന്നോ, വീണ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞായിരുന്നോ, അതായത് എനിക്ക് ഒരു പെൺകുട്ടി ആവണം എന്നാണ് എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്ന്? തീർച്ചയായിട്ടും പറഞ്ഞു. വീണയെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണയ്ക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. അപ്പോ അതൊക്കെ മനസ്സിലാക്കിയ ഒരാൾ തന്നെ, ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇച്ചിരി സ്നേഹവും പല കാര്യങ്ങൾക്ക് സപ്പോർട്ടും ഒക്കെയല്ല. ഒരാളുടെ ഐഡന്റിറ്റി ഇങ്ങനെയാണ്, ആളിങ്ങനത്തെ ഒരാളാണ് മനസ്സിലാക്കിയ ഒരാളാണെങ്കിൽ, പാർട്ട്ണർ അങ്ങനെ ഒരു മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ പിന്നെ എന്താ ബുദ്ധിമുട്ട്? പറഞ്ഞപ്പോൾ റെസ്പോൺസ് എന്തായിരുന്നു ആദ്യമായിട്ട് പറഞ്ഞപ്പോ? റെസ്പോൺസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതിപ്പം ഇന്നായിരിക്കുന്ന ആളൊരിക്കലും അങ്ങനെ പറയുമ്പോൾ അത് എത്രത്തോളം ഇത് ചെയ്യുന്നു. പക്ഷെ സ്നേഹമായിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഞാൻ കുറെ കണ്ടിട്ടുണ്ട് ചേച്ചി വീണ ചേച്ചിയുടെ കാര്യം പറയുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആവണത്. അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആയിരുന്നു അല്ലേ? തീർച്ചയായിട്ടും അത്രയ്ക്കും സ്നേഹമായിരുന്നു. അതിപ്പോൾ ഞാനെന്തോ വനിതയിലൊക്കെ ഇന്റർവ്യൂവിൽ പറഞ്ഞ സമയത്ത് ഇതൊക്കെ പറഞ്ഞതാണ്. സത്യത്തിൽ ഈ ഒരു കാര്യങ്ങളേ പറയണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. കാരണം പല പേരും കേട്ട് അമ്മയുടെ ജീവിതവും അമ്മയുടെ പഴയ ലൈഫും അമ്മ എങ്ങനെയാണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ പിന്നെ വീണ്ടും അത് പറയുമ്പോൾ കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ ഇപ്പം വന്നപ്പോഴും എന്തിനാ ഇനി ലൈഫിനെ കുറിച്ച് എപ്പോഴും പറയേണ്ട ആവശ്യമില്ല. അമ്മയ്ക്ക് പറയാനായിട്ട് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സ് കേരളത്തിലുള്ള ഒരു രീതി തന്നെ മാറ്റമാണ്. അപ്പൊ അതിനിടയിൽ ഇത്രയും ട്രാൻസ്ജെൻഡേഴ്സ് എത്രയോ പരം ട്രാൻസ്ജെൻഡേഴ്സ് 10,000-ൽ പരം ട്രാൻസ്ജെൻഡേഴ്സ് ജീവിക്കുന്ന ഈ സാഹചര്യത്തില് കുറച്ച് പേര് അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ച് മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു മെയിൻ ആളായിട്ട് ഞാനും മുന്നോട്ട് വരികയാണ്. കാരണം ഇപ്പോ ഒരു മൂവിയിൽ നായികയായി. അപ്പോ അതൊക്കെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. ഓക്കെ, അപ്പോ ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ ചോദിച്ചിട്ട് നമുക്ക് ഇപ്പോഴത്തെ കഥയിലേക്ക് വരാം. വാവേനെ മിസ് ചെയ്യാറുണ്ടോ? ഇപ്പൊ ഒരു 1ാം ക്ലാസ്സിലല്ലേ? ഒരുപാട് മിസ് ചെയ്യാറുണ്ട്. വാവേനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. കണ്ടിട്ടില്ല. പിന്നെ എപ്പോഴും കാണാൻ പറ്റുന്നില്ല. കാരണം സമ്മതിക്കുന്നില്ല. അവരിപ്പോഴും അത് ഹൈഡ് ചെയ്യുകയാണ്, എന്നിൽ നിന്നും ഹൈഡ് ചെയ്യുന്നു. ഞാൻ കാണാൻ ശ്രമിക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ അടുത്തല്ലേ സ്കൂൾ? പക്ഷേ
എങ്ങനെയായിരിക്കും അവിടെ നിന്നുണ്ടാകുന്ന ഒരു പ്രശ്നം, ഞാൻ കാരണം ഇനി ചെന്നൊരു ഇഷ്യൂ ഉണ്ടാകുന്നത്. ഇപ്പം ഒളിച്ചു മറഞ്ഞുമാണ് കാണാൻ ഒരു അവസ്ഥ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അങ്ങനെയാണ് എങ്കിൽ അങ്ങനെ കാണുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ. കാണാറുണ്ട് അങ്ങനെ. ഇപ്പം 1ാം ക്ലാസ്സിലാന്ന് തോന്നണല്ലേ? പേരെന്താ അവയുടെ? അതൊക്കെ പറയാൻ ഒന്നും പറയണില്ല, ഒന്നും ആ കാര്യം. വാവയ്ക്ക് അറിയോ? ചേച്ചീനെ അറിയോ? അറിയില്ല. അറിയില്ല. അപ്പൊ അതില് സങ്കടമുണ്ടോ? 1.5 വയസ്സ് വരെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അയ്യോടാ, പോട്ടെ, സാരില്ല. വിഷമായോ? പോട്ടെ, വരും, ഡോണ്ട് വരി. അതൊക്കെ ശരിയാവും. ഓക്കെ. അപ്പൊ ചേച്ചിയുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? എവിടെ വെച്ചിട്ടാ ചെയ്തേ? ട്രീറ്റ്മെന്റ് ഒക്കെ അമൃത ഹോസ്പിറ്റലിലായിരുന്നു, എടപ്പള്ളിയിൽ അമൃത ഹോസ്പിറ്റലിൽ. ഡോക്ടർ സന്ദീപ് ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡോക്ടറാണ്. ഡോക്ടറിനെ പ്രൊമോട്ട് ചെയ്യണേന്ന് പറഞ്ഞേട്ടാ. നല്ല എല്ലാ സർജറിയും പുള്ളി നന്നായിട്ട് ചെയ്തു. പൂർണ്ണമായും ഒരു പെൺകുട്ടിയായിട്ട് നന്നായിട്ട് ജീവിക്കുന്നു. ഇതുവരെയും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു. അത് തന്നെ ഭയങ്കര സന്തോഷം. അപ്പോൾ ആ സർജറി എന്ന് പറയുന്നത് വലിയൊരു ഘടകം തന്നെയായിരുന്നു. ഓക്കെ. ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു ഈ സർജറീസ് എല്ലാം? തീർച്ചയായിട്ടും. അത് ചെറിയൊരു ചോദ്യം അല്ലല്ലോ. എക്സ്പെൻസീവ് ആണ്. ഇപ്പൊ സർജറിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ബാക്കി കാര്യങ്ങൾക്കൊക്കെയും സർക്കാർ ചെയ്ത് കഴിയുമ്പോൾ സർക്കാർ തരുന്നൊരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് നമുക്ക് ഒരു സമയമാകുമ്പം തിരിച്ചു കിട്ടും. ഒരു 3-4 മാസം ആകുമ്പോൾ തിരിച്ചു കിട്ടും. അതൊക്കെ നമുക്കൊരു ഇപ്പം ഫീമെയിലിൽ നിന്ന് മെന്നാവുന്ന ആളിന് 5 ലക്ഷം രൂപയും ഫീമെയിലിന് 2.5-3 ലക്ഷം രൂപയും ഈ ഒരു കണക്കാണ്. അപ്പം ഇപ്പോ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം സർക്കാരിനോടൊന്നല്ല, ഏത് സർക്കാർ ആര് ഭരിച്ചാലും ആര് വന്നിരുന്നാലും കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിന് ഫുള്ളും വേണ്ടതെന്ന് വെച്ചാൽ സർജറി. അവർ ഡോക്ടേഴ്സിനെ ഇപ്പോൾ അവർ പറയുന്നുണ്ട്, സർക്കാർ പറയുന്നുണ്ട്, ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ വച്ചിട്ട് ഈ ഒരു സർജറി ഹോസ്പിറ്റലുകൾ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ സജീവമാക്കാം എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ആകണം, അല്ലെങ്കിൽ ട്രാൻസ് ആകണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും അതുമായി കണക്ട് ചെയ്തിട്ട് സർജറിയും കാര്യങ്ങളിലോട്ടൊക്കെ പോവാം. അതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. അല്ലാതെ നമ്മൾ സർജറി ചെയ്തതിന് ശേഷം ഫണ്ട് തരിക, ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ അതിന് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം അതിനും കാരണം ഉണ്ടായിരുന്നു. ഒന്നുമില്ല, സർജറിക്ക് മുന്നേ അവര് ഫണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, സർക്കാരുകൾ ഫണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവര് ഈ പൈസ വാങ്ങിച്ചിട്ട് സർജറി ചെയ്യൂല, വേറെ കാര്യങ്ങൾക്ക് വിനിയോഗിക്കും. ഇപ്പം ഒരു ലോൺ എടുത്തിരുന്നാലും, ഒരു കട തുടങ്ങാൻ ലോൺ എടുത്താലും കട തുടങ്ങണമെന്നില്ലല്ലോ. ലോൺ എടുത്തിട്ട് അവരെന്ത് ചെയ്യും? അവരുടെ കടങ്ങൾ നീട്ടും, പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ അടച്ചു തീർക്കും, ചിലപ്പോൾ അടയ്ക്കാൻ പറ്റാതെ ആയി പോകും. അങ്ങനത്തെ സിറ്റുവേഷനിലായി. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നത് കൊണ്ട് അവർ പറഞ്ഞു സർജറി ചെയ്തതിന്റെ ബില്ല് കൊണ്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഫോർമാലിറ്റീസ് ഉണ്ട്. അങ്ങനെയാണ് ഞാനൊക്കെ ചെയ്തത്. അങ്ങനെയാണ് ആ പൈസ തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക്. നമുക്ക് ഓൾമോസ്റ്റ് എത്ര എക്സ്പെൻസ് വരും ഇതിനെല്ലാം കൂടെ? ഓരോ സർജറിക്കും ഓരോ എമൗണ്ട് ആണ്. ഇപ്പോൾ 3, 2 അതിന് മൊത്തം എല്ലാം കൂടെ 9 ലക്ഷം രൂപയായിട്ട്. 9 ലക്ഷം രൂപയോ? അപ്പൊ ഭയങ്കര ഫിനാൻഷ്യലി ഡൗൺ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ. ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്റെ ഒരു പൈസയും ഇല്ല, മനസ്സിലായില്ലേ? ഒരു പൈസ ഇല്ല. ഞാൻ 0 ആയിട്ടായിരിക്കുമല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. വീട്ടിലല്ലെങ്കിൽ നമുക്ക് വീട്ടുകാർ ഇപ്പോഴും സ്വത്താ അല്ലെങ്കിൽ പൈസയോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മൾ തന്നിട്ടാണ് ഇറങ്ങുന്നത്. അല്ല, എന്തെങ്കിലും അക്കൗണ്ടിലൊക്കെ കുറച്ച് സേവിങ്സ് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ എന്നെ സംബന്ധിച്ചുള്ള കാര്യം പറയുന്നത്, എന്നെ പോലെയുള്ള മറ്റു കേൾക്കുന്ന വേറെ കമ്മ്യൂണിറ്റികൾ ഉണ്ടാവില്ലേ നമ്മുടെ, അപ്പൊ ചിലപ്പോൾ അവർക്കൊക്കെ ക്യാഷ് ഉണ്ടാവുന്നവരുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ച് ഫണ്ടൊക്കെ ഉണ്ടായിരുന്നു, ചിട്ടി അതൊക്കെ കിട്ടിയ പൈസകൾ ഉണ്ടായിരുന്നു. പിന്നെ അതിനോടൊപ്പം നമ്മൾക്കൊക്കെ പറ്റുന്നവര്, ഇപ്പം ഞങ്ങളുടെ കാലത്തൊക്കെ ഞങ്ങളൊക്കെ എന്ത് ചെയ്തു, സെക്സ് വർക്ക് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കി ആ ഒരു ഇതിലേക്ക് കടമ്പകൾ കടക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം അങ്ങനെ പോകേണ്ട ഒരു അവസ്ഥ വന്നത് പൈസ തരാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ആ ഒരു സിറ്റുവേഷനിലേക്ക് പോയത്. അപ്പൊ ഇനി ഉള്ളവർക്കൊന്നും അതിന്റെ ആവശ്യമില്ല. ഇപ്പോ സർക്കാരും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എല്ലാവരും ഇപ്പം പൂർവ്വമായിട്ട് അവരെല്ലാവരും നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. പല പല വഴികളുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ജോലികൾ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ കോളേജുകളിൽ പല കാര്യങ്ങളിലും പലതിലും ഇപ്പോൾ നമുക്ക് അംഗീകാരങ്ങൾ വന്നു തുടങ്ങി. അപ്പം പിന്നെ തീർച്ചയായിട്ടും ഇനി വരുന്നവർക്കും
അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലാതെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോകാതെ നല്ല രീതിയിൽ പോകാനുള്ള ഒരു അവസ്ഥ സിറ്റുവേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായിട്ടും അതെല്ലാം പോയി നല്ല രീതിയിൽ എല്ലാവരും മുന്നോട്ട് പോകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഞങ്ങളും അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നു.